ഹലോ ആ ശരി ശരി ശരി. ആ ഞാൻ ഇവിടെ അവരെ ഓഫീസിൽ വന്നിട്ടുണ്ട്. സംസാരിക്കാം. ശരി ശരി. നമസ്കാരം സാർ. ആ നമസ്കാരം. നമസ്കാരം. ആ ഞാൻ KCB ആ നിങ്ങൾക്കൊരു അബദ്ധം പറ്റി, അതൊന്ന് ഓർമ്മിപ്പിക്കാനായിട്ട് വന്നേത്. അബദ്ധം പറഞ്ഞാൽ നിങ്ങൾ ചിരിക്കും. ഞങ്ങൾ കുറേ ചിരിച്ചു. അപ്പോഴത്തേക്ക് നിങ്ങളെയും കൂടെ ഒന്നൊന്ന് പറയാം, ഒന്ന് ഓർമ്മിപ്പിക്കാം. അബദ്ധം ആർക്കും സംഭവിക്കുമല്ലോ. അബദ്ധം വേറൊന്നുമല്ല, ഞങ്ങളുടെ KCBയുടെ വണ്ടിക്ക് നിങ്ങളൊരു പെറ്റി അടിച്ചിരിക്കുന്നു. ഞങ്ങൾ കിടന്ന് ചിരിയായിരുന്നു. ഞാൻ പറഞ്ഞു അബദ്ധമായിരിക്കും, ഒന്ന് പറഞ്ഞ് ഓർമ്മിപ്പിച്ചാൽ മാറാവുന്ന കേസേ ഉള്ളൂ അല്ലേ സാറേ? അത് അബദ്ധമല്ല, അറിഞ്ഞോണ്ട് അടിച്ചു തന്നെ. അറിഞ്ഞോണ്ട് അടിച്ചതാന്ന്. KCBക്ക്? അതെ. നിങ്ങള്? അതെ. ഞങ്ങള് KCB ആണ്. ഞങ്ങൾ MBD ആണ്. അല്ല, ഞങ്ങൾ ഫൈൻ അടിക്കാനുള്ള കാരണം എന്താണ്? കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്രയും ഉള്ള ഒരു വണ്ടിക്കകത്ത് ഇത്രയും വലിയൊരു തോട്ടി വെച്ചുകൊണ്ട് പോയി. അതേസമയം നിങ്ങൾ ആ വണ്ടിയുടെ നീളത്തിന് അനുസരിച്ചുള്ള തോട്ടി വെച്ചുകൊണ്ട് പോയെങ്കിൽ ഞങ്ങൾ ഫൈൻ അടിക്കൂലായിരുന്നു. അതെ, ഞങ്ങൾ ചൂണ്ടയിടാൻ പോണേയല്ല, അത്രയും ചെറുത് കൊണ്ടുപോയി. ഞങ്ങൾ ഈ ടച്ച് വെട്ടാൻ വേണ്ടിയാണ് ഈ തോട്ടി കൊണ്ട് പോണത്, മനസ്സിലായോ? അത് ഞങ്ങളുടെ ജോലിയുടെ ഭാഗമാണ്. അത് എന്തിനു വേണ്ടിയാണ്? ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയാണ് സാറേ. ഈ തോട്ടി മാത്രമല്ല, നീളമുള്ള ഏണി വരെ ഉമാരെ എന്റെ മോളി വെച്ച് കെട്ടിക്കൊണ്ട് പോകും. അതെ സാറേ, അതെ സാറേ. ഞാൻ ഒരു കാര്യം മനസ്സിലാക്കണം. നമുക്കിപ്പോ ഉള്ള വണ്ടിയിൽ അതിന്റെ സൗകര്യം അനുസരിച്ച് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഇത്രയും വലിയ തോട്ടി ഉണ്ടെങ്കിൽ ഞങ്ങളെ പണി നടക്കത്തുള്ളൂ. അതുകൊണ്ട് അബദ്ധം പറ്റിയാന്ന് അറിയാം. ഒന്നും നടക്കില്ല. നിയമത്തിന്റെ വഴിക്ക് പോകും. പെറ്റി അടച്ചേ പറ്റൂ. നിങ്ങളും ഒക്കെ കാക്കിയാണ് ഇട്ടേക്കണത്. അതവിടെ കിടന്നോട്ടെ, വേറെ പലരും കാക്കിയിടുന്നുണ്ട്. അതൊന്നും ഇവിടെ പറയണ്ട. ശരി ശരി ശരി, കാണാം. ഒരു കാര്യം ഓർത്തോ, മൂർഖം പാമ്പിനെയാണ് നിങ്ങൾ നോവിച്ച് വിടുന്നത്. സാറേ, മൂർഖം പാമ്പിനെ ആണെങ്കിൽ നോവിച്ചല്ല വിടേണ്ടത്, അടിച്ച് കൊന്നു വേണം വിടാൻ. ശരിയാ, ആ കൊച്ചു പറയുന്ന കൊല്ലേ, ഒന്നീ മൂർഖം പാമ്പിനെ കൊന്നു വിടണം, അല്ലാതെ നോവിച്ച് വിട്ടാൽ ഞങ്ങൾ തിരിച്ചു വന്ന് കൊത്തും. അങ്ങനെ കൊത്തിയാല് ഈ കൊത്തുന്നതിന്റെ രണ്ടടിക്ക് മുകളിൽ വെച്ചിട്ട് ഞങ്ങൾ വിഷം കയറാതിരിക്കാൻ ഇറുക്കി ഒരു കെട്ടങ്ങ് കെട്ടും. നിങ്ങൾ ഇതിനകത്ത് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റുമോ? ഒരു തീരുമാനമില്ല, പെറ്റി അടച്ചേ പറ്റൂ. അങ്ങനെയാണല്ലേ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ KCB ഒന്ന് കണ്ണടച്ചാൽ കേരളം ഇരുട്ടിലാവും. എന്റെ പൊന്നു സുഹൃത്തെ, പണ്ട് കറണ്ട് ഇല്ലാതിരുന്ന കാലത്ത് മണ്ണെണ്ണ വിളക്കിന്റെയും നിലവിളക്കിന്റെയും വെളിച്ചത്തിൽ കഴിഞ്ഞിരുന്നവരാണ് നമ്മൾ ലോകത്തിലുള്ള എല്ലാവരും. അവിടെ അങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കല്ലേ. അപ്പൊ നിങ്ങൾ ഒരു തരത്തിലും അടുക്കത്തില്ല. പെറ്റി അടച്ചേ പറ്റൂ. ഓക്കെ, നടക്കട്ടെ. കാണേണ്ടി വരും ഇനി. നമ്മളുടെ താണ് കളി. നമ്മൾ എത്ര പെറ്റി കണ്ട, മല പോലെ വന്നു എലി പോലെ പോകുന്നത് കണ്ട. നമ്മളിതൊക്കെ എത്ര പെറ്റി അടിച്ചു കൊടുത്തേക്കണത്. അല്ല പിന്നെ നമ്മളുടെ താണ് കളി. പിന്നെ ഭീഷണിയും കൊണ്ട് വന്നേക്കുന്നേ.